നമസ്കാരം. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ്. മനുഷ്യാവകാശ നിയമങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഹ്യൂമൻ റൈറ്റ്സ് അഥവാ മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. നമ്മുടെ നല്ലപോലെയുള്ള ജീവിതത്തിന് വേണ്ടുന്ന അവകാശങ്ങൾ, പല രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. നമുക്കല്ല ജീവിക്കാനുള്ള അവകാശമുണ്ട്, ജീവൻ നിലനിർത്താനുള്ള അവകാശമുണ്ട്, സംസാരിക്കാനുള്ള അവകാശമുണ്ട്, നമ്മുടെ ചിന്തകൾ പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഒരുപാട് അവകാശങ്ങളുണ്ടല്ലേ. ഇതിനൊക്കെ പുറമെ നമുക്ക് ഭക്ഷണത്തിനുള്ള അവകാശമുണ്ട്, താമസിക്കാനുള്ള ഇടത്തിനുള്ള അവകാശമുണ്ട്. അങ്ങനെ അവകാശങ്ങൾ വിവിധങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ട് അയാൾക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നതിനെയാണ് നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു അവകാശം നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാലത്തെ പ്രയത്നങ്ങൾ കൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രധാനമായിട്ടുള്ള ഇന്റഗ്രൽ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ബീയിങ് ഹ്യൂമൻ, മനുഷ്യനായി ജീവിക്കുക. ബീയിങ് ഹ്യൂമൻ, നമുക്ക് ഹ്യൂമൻ ആയിരിക്കുക അല്ലെങ്കിൽ മനുഷ്യത്വം ഉണ്ടായിരിക്കുക. ഇതാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അതിൽ ഓരോ ഇൻഡിവിജ്വലിനും ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി, അവരുടേതായ ഒരു അന്തസ്സിൽ ജീവിക്കാൻ സാധിക്കണം. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇന്റർനാഷണൽ ട്രീറ്റീസ്, ഓൾ ഇന്ത്യ ലെവൽ, എല്ലാ തലത്തിലും തന്നെ ഇന്റർനാഷണൽ രീതിയിൽ തന്നെ ഒരുപാട് എഗ്രിമെന്റ്സ്, കരാറുകൾ, അങ്ങനത്തെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരുപാട് നിയമങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ, ഇതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ചില ആളുകൾ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഡിഫൈൻ ചെയ്തൊരു വ്യക്തി ഡോക്ടർ ജസ്റ്റിസ് ദുർഗാദാസ് ബസു, അവര് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദി സ്റ്റേറ്റ് എന്നാണ്. അവരുടെ തിയറി ആയിരുന്നു റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട മിനിമം റൈറ്റ്സിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ദ മിനിമം റൈറ്റ്സ് വിച്ച് എവരി ഇൻഡിവിജ്വൽ മസ്റ്റ് ഹാവ് അഗെയിൻസ്റ്റ് ദി സ്റ്റേറ്റ് ഓർ അതർ പബ്ലിക് അതോറിറ്റി ബൈ വെർച്യൂ ഓഫ് is being a member of the human family irrespective of any consideration. മറ്റുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ ഒരു മനുഷ്യൻ എന്നുള്ള ഘടകത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു പൊതു ഇടത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെതിരോ നമുക്ക് ഉണ്ടായിരിക്കേണ്ട മിനിമം റൈറ്റ്സ്, ഒരു ഏറ്റവും ചുരുങ്ങിയ അവകാശങ്ങളെ കുറിച്ചാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവകാശങ്ങൾ നമുക്കുണ്ട്, അതിനെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയാമെന്നാണ് അവർ പറഞ്ഞത്. അടുത്തത് എസ് കിമ്മിന്റെ ഒരു തിയറി എന്ന് വെച്ചാൽ പ്രൊട്ടക്ടിങ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി എന്നാണ് പറയുന്നത്. അതായത് മനുഷ്യന്റെ ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യന്റെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് ജീവിതം സംരക്ഷിക്കുക, പ്രൊട്ടക്ടിങ് ഓഫ് ഹ്യൂമൻ ലൈഫ്, അതാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത്. ഇറ്റ് ക്ലെയിംസ് ആൻഡ് ഡിമാൻഡ്സ് എസെൻഷ്യൽ ടു ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദി എൻഹാൻസ്മെന്റ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഷുഡ് ദെയർഫോർ എൻജോയ് ഫുൾ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സാങ്ഷൻസ്. നമ്മുടെ ഹ്യൂമൻ ലൈഫ്, നമ്മുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് അതിന് സംരക്ഷണം നൽകിക്കൊണ്ട് നമ്മുടെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് എസ് കിമ്മിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR നിർദ്ദേശപ്രകാരം ഹ്യൂമൻ റൈറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദി ഇൻഹെറന്റ് ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ. ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന അന്തസ്സിനെ നിലനിർത്തുക എന്നതാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യമെന്നാണ് UDHR പറയുന്നത്. അപ്പോൾ ഒരു നേഷൻ അത്തരത്തിലൊരു ഇൻഡിവിജ്വലിന്റെ അവകാശങ്ങൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നിലനിർത്തുന്ന രാജ്യങ്ങൾ അതൊരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർ കൊണ്ടുവരുന്നതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എഴുതി വെക്കപ്പെട്ട ഭരണഘടനയിലെ രാജ്യത്ത് അവരൊരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ, അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ദെൻ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വ്യക്തികളുടെ ഒരുപാട് ഒപ്പീനിയൻസ് വരുന്നുണ്ട്. ഇനി ഹ്യൂമൻ റൈറ്റ്സിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഹ്യൂമൻ റൈറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ ഇൻഹെറന്റ് നേച്ചർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആരും നൽകുന്ന ഒന്നല്ല, നോട്ട് ഗ്രാൻഡഡ് ബൈ എനിവൺ. നമ്മുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ആരും നൽകേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കത് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു റൈറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വേറെ ആൾ നൽകേണ്ട ഒന്നല്ല നമ്മൾ പറയും അല്ലേ.
സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. അത് പ്രത്യേകിച്ച് ഒരാള് ഇപ്പോൾ ഒരു സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പൊതുവെ കേൾക്കാം അല്ലെ, അച്ഛനും അമ്മയും നൽകുന്ന സ്വാതന്ത്ര്യം, പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യം, അങ്ങനെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു ഡിഫൈൻ ചെയ്താൽ ആരും നൽകേണ്ടതല്ല. അത് അത് നമുക്ക് ഉള്ള ഒന്നാണ്, അത് നമുക്ക് നേടേണ്ട ഒന്നാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഹ്യൂമൻ റൈറ്റ്സും പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഗ്രാൻഡഡ് ബൈ എനി അതോറിറ്റി, ഇറ്റ്സ് ഇൻഹറന്റ് ഇൻ ഓൾ. അത് എല്ലാവരിലും ഉള്ള സാധനമാണ്. ഒരു നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ഭരണകൂടം നൽകേണ്ട ഒന്നല്ല എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഇൻഹറന്റ് നേച്ചറാണ്, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒന്നാണ്. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ ഇൻഅലൈനബിൾ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റൈറ്റ്സ്, നമ്മുടെ അവകാശം എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് വേണ്ടി കീഴടക്കേണ്ട അല്ലെങ്കിൽ കീഴടക്കി വെക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമ്മുടെ അവകാശം വേറെ ആൾക്ക് വിൽക്കേണ്ട കാര്യമില്ല, നമ്മുടെ അവകാശം വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുന്നൊന്നല്ല, അത് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിന് വിക്കൽ വാങ്ങലുകൾ, അത് മറ്റൊരാൾക്ക് അടിയറവ് വെക്കേണ്ട കാര്യമൊന്നും ഇല്ല, അത് നമ്മളിൽ നിലനിർത്തേണ്ട ഒന്നാണ്. ഇനി ഈ ഒരു അവകാശം എന്ന് പറയുന്നത് എപ്പോഴുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണത്തിന് ശേഷവും നമുക്ക് ചില അവകാശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ റിലീജിയസ് ആയിട്ടുള്ള മരണശേഷം ശവശരീരങ്ങൾ വിവിധ രീതികളിലൊക്കെ ഉപയോഗിക്കില്ല, അത് റിലീജിയസ് ആയിട്ടൊരു വ്യക്തിക്കുള്ള വിശ്വാസത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ ഈ ഒരു റൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചില വ്യക്തികൾക്കൊക്കെ റിലീജിയസ് ബിലീഫ്സ് ഇല്ലാത്ത ആൾക്കാരൊക്കെ മരണത്തിന് ശേഷം അവരുടെ ശരീരം ചിലപ്പോൾ മറ്റു പല രീതിയിലേക്ക് വിട്ടുകൊടുക്കണമെന്നോ മറ്റു പഠനാവശ്യത്തിന് വിട്ടുകൊടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും കൃത്യമായിട്ട് നടപ്പിലാക്കാതെ മറ്റുള്ളവർ, അപ്പൊ ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ എന്തായിരിക്കണമെന്ന് ആഗ്രഹിച്ചോ അത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അനുവദിക്കാതെ മരണാന്തരം ബാക്കിയുള്ളവർ ആ ശരീരത്തിന് അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അവരുടെ മതവിശ്വാസത്തിനനുസരിച്ച് പല രീതിയിൽ ഉപയോഗിക്കുന്നത് കാണാം അല്ലെ, പല രീതിയിൽ അതിനെ ഡിസ്പോസ് ചെയ്യും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന നാച്ചുറൽ റൈറ്റിന് എതിരാണ്, ശരിക്കും ആ ഹ്യൂമൻ റൈറ്റിന് എതിരാണ് അത്. അപ്പോൾ ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടത്തി കൊടുക്കാത്തത് ഈ ഹ്യൂമൻ റൈറ്റിന് എതിരാണ്. അത് മരണശേഷം അവകാശമുണ്ട് ശരീരത്തിന് മീതെ എന്ന് പറയുന്നത്, അത് പലപ്പോഴും ലംഘിക്കപ്പെടുന്ന ഒരു ഹ്യൂമൻ റൈറ്റ് ആണ്. ദെൻ എസെൻഷ്യൽ, അടുത്തൊരു പോയിന്റ്, അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദ എസെൻഷ്യൽ നാച്ചർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, മോറൽ, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. മോറലായിട്ട് നമ്മുടെ ശാരീരികമായിട്ടും സാമൂഹ്യപരമായിട്ടും നമ്മുടെ ചിന്തകൾ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ ഒരു വെൽബീയിങ് ഉണ്ടായാലാണ് ഹ്യൂമൻ റൈറ്റ്സ് നടപ്പിലായി എന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് കണക്ഷൻ വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. ഇത് മെയിൻ ആയിട്ടും ഹ്യൂമൻ റൈറ്റ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, ഡിഗ്നിറ്റി, നമ്മുടെ മനുഷ്യന്റെ അന്തസ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ലെ. അതിന് ഒരു ജെൻഡറോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയോ പ്രത്യേകിച്ചൊരു കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല. ഡിഗ്നിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഹ്യൂമൻ ഡിഗ്നിറ്റിയുമായി ബന്ധപ്പെട്ടാണ്, മനുഷ്യന്റെ അന്തസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ ഇർവോക്കബിൾ നാച്ചർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു അതോറിറ്റിക്കും ഒരു ഹ്യൂമൻ റൈറ്റ് എടുത്തുകൊണ്ട് പോകാനുള്ള അധികാരമില്ല. നോ പവർ ഓർ അതോറിറ്റി ക്യാൻ ടേക്ക് ദ ഹ്യൂമൻ റൈറ്റ്സ് അവേ. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അവകാശപ്പെട്ടതാണ്. ഒരു അതോറിറ്റി വിചാരിച്ചാൽ നമ്മുടെ റൈറ്റ്സ് എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ സാധിക്കില്ല. അങ്ങനെ ഇല്ലാതാക്കാൻ പാടില്ല എന്നതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫുൾഫിൽമെന്റ് ഓഫ് ലൈഫ്സ് പർപ്പസ്. ഫുൾഫിൽമെന്റ് ആണ് വെച്ചാൽ നമ്മുടെ ലൈഫ് എങ്ങനെ ജീവിച്ച് തീർക്കണം എന്നുള്ള നമ്മുടെ അവകാശത്തെയാണ് പറയുന്നത്. ഒരു മീനിങ് ഫുൾ ലൈഫ്, ഒരു അർത്ഥവത്തായിട്ടുള്ള ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നൊരു ഇൻഡിവിജ്വൽ ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ജീവിക്കാനുള്ള സാഹചര്യമാണ് ഹ്യൂമൻ റൈറ്റ്സ് നേടിത്തരുന്നത്. ദെൻ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് യൂണിവേഴ്സൽ ആൻഡ് ഇൻക്ലൂസീവ് നാച്ചർ. അതെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു പ്രിവിലേജ് ക്ലാസ്സിനും ഒരു പ്രിവിലേജ് ക്ലാസ്സിന് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത്. ഈ പ്രിവിലേജ് എന്ന് പറയുമ്പോൾ ചില എക്കണോമിക് സ്റ്റാറ്റസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ചില ഒരു ജാതി വ്യവസ്ഥയുടെ കാര്യത്തിലൊക്കെ ചില ആളുകൾ മാത്രം ഇതിന് അവകാശപ്പെട്ടവര്, ചില ആളുകൾക്ക് അങ്ങനെ അവകാശമില്ല. അങ്ങനെ തരംതിരിവ് സമൂഹത്തിൽ നിലനിൽക്കുന്നു. ആ തരംതിരിവുകൾ ശരിക്കും ഹ്യൂമൻ റൈറ്റ്സിന്റെ ആസ്പെക്റ്റിൽ തന്നെ തെറ്റാണ്. അതായത് ഒരു പ്രിവിലേജോ ഒന്നുമല്ല, ഒരു എക്കണോമിക് സ്റ്റാറ്റസോ ഒന്നുമല്ല ഒരാളുടെ റൈറ്റ് നിർണ്ണയിക്കുന്നത്. എല്ലാവർക്കും തുല്യമായിട്ട് ഹ്യൂമൻ റൈറ്റ്സിന് അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ് ലിമിറ്റേഷൻസ് ഓൺ ആബ്സല്യൂട്ട് റൈറ്റ്സ്. എന്താ പറയണ, ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ അവകാശങ്ങൾ തന്നെ എങ്ങനെയുണ്ട്, ഇപ്പൊ എനിക്കൊരു അവകാശമുണ്ട്, എനിക്ക് റൈറ്റ് ടു സ്പീച്ച്, എനിക്ക് അതിൻ്റെ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാണ്.
ഞാൻ ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഒരു പൊതു ഇടത്ത് ചെന്നിട്ട് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഉറക്കനെ സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറയാൻ വേണ്ടി മാത്രം എൻ്റെ അവകാശം ഉപയോഗിക്കുക, അങ്ങനെ ചെയ്യുന്നത് എന്താണ്? മറ്റൊരാളുടെ ഹ്യൂമൻ റൈറ്റ്സിനെതിരാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൽ എന്തുണ്ട്? ഒരേ സമയം അത് നമുക്ക് അവകാശം തരുമ്പോൾ അതിനവിടെ എന്ത് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ എങ്ങനെ നമ്മുടെ റൈറ്റ്സ് എന്ന പോലെ തന്നെ മറ്റൊരാളുടെ റൈറ്റ്സും അവിടെ ഉണ്ട്. അപ്പോൾ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണേനും. അപ്പോൾ അതാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ആബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള അവകാശമല്ല ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ദെൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡൈനമിക് ഇൻ നാച്ചർ, നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ്സ് ഡൈനമിക് ഇൻ നാച്ചർ. സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് 1945 സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരുപാട് കമ്മീഷൻ വന്നു. അന്ന് നിലനിന്നിരുന്ന അതേ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ മനുഷ്യാവകാശ നിയമങ്ങളാണ് ഇന്നും നിലനിൽക്കുന്നത്? ഇല്ല, ഒരുപാട് കാലഘട്ടം മാറി. അപ്പം അതിനനുസരിച്ച് എന്ത് മാറ്റം വന്നിട്ടുണ്ട്? റൈറ്റ്സ്, ആളുകളുടെ ചിന്ത, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് തന്നെ ഹ്യൂമൻ റൈറ്റ്സിൽ മാറ്റങ്ങളും വരുന്നുണ്ട്, അവകാശങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മാറാതെ നിൽക്കുന്ന ഒന്നല്ല. ഇറ്റ്സ് ഡൈനമിക് ഇൻ നേച്ചർ, മാറ്റങ്ങൾ വരുന്ന ഒന്ന് തന്നെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഒരു ജഡ്ജിമാർ അതിനനുസരിച്ച് ഇന്റർപ്രറ്റ് ചെയ്യും, ലോസ് ഒക്കെ ഇടപെട്ടുകൊണ്ട് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. ദെൻ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ്സ് ആസ് ലിമിറ്റ്സ് ടു സ്റ്റേറ്റ് പവർ. ഇവിടെയാണ് നമ്മൾ പറയുമ്പോൾ ഒരു ഇതിന് നെഗറ്റീവ് ഫ്രീഡം പറയുന്നുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് റെസ്ട്രിക്ഷനും പറയുന്നുണ്ട്, എന്ത് പോസിറ്റീവ് റെസ്ട്രിക്ഷനും പറയുന്നുണ്ട്. ഇപ്പോൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ സംസ്ഥാനങ്ങൾ ഇൻഡിവിജ്വലിന്റെ ആവശ്യങ്ങൾ, ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കണം എന്ന് പറയുന്നതാണ് അവിടുത്തെ പോസിറ്റീവ് ആസ്പെക്റ്റ് ആണല്ലേ. നേടിക്കൊടുക്കേണ്ടുന്ന റൈറ്റ്സ് ആണ് പറയുന്നത്, ഇന്ന് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്, പോസിറ്റീവ് ആസ്പെക്റ്റിലാണ്. അതേസമയം വേറൊരു തരത്തില് ഇന്നൊരു കാര്യം നമ്മൾ വയലേറ്റ് ചെയ്യരുത് എന്ന് പറയും, ഈ പ്രവൃത്തി ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൽ തന്നെ ഒരു നെഗറ്റീവ് സൈഡിലും പറയാൻ പറ്റും, പോസിറ്റീവ് സൈഡിലും പറയാൻ പറ്റും. എന്ന് വെച്ചാൽ തെറ്റ് ശരി, ചീത്തത് നല്ലത് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ചെയ്യാൻ പാടില്ലാത്ത റൈറ്റ്സും ചെയ്യേണ്ട റൈറ്റ്സും അങ്ങനെ വരുന്ന റൈറ്റ്സ് ആണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്റ്റിൽ പറഞ്ഞു പോകുന്നത്. ദെൻ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത്. അതിലെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ്, ഒരു ഭരണകൂടം എങ്ങനെയായിരിക്കണം അവിടുത്തെ ജനങ്ങളോട് അവരുടെ റൈറ്റ്സ് നിലനിർത്തി പോകേണ്ടത്, ജനങ്ങളോട് ഏത് രീതിയിലായിരിക്കണം ഒരു ഗവൺമെന്റ് റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ബോധവാന്മാരാകേണ്ടത്, അതിനെക്കുറിച്ചാണ് അത് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിലായിട്ട് ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? ഇറ്റ് ഗീവ്സ് ദി ഇൻഹെറന്റ് നാച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ഇറ്റ് ഇൻഅലിയനബിൾ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അടുത്തായിട്ട് ദ എസെൻഷ്യൽ നേച്ചർ ഓഫ് ഹ്യൂമൻ റൈറ്റ്, ദ കണക്ഷൻ വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, ദെൻ ഹ്യൂമൻ റൈറ്റ്സ്, നാച്ചർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അടുത്ത പോയിന്റ് ഫുൾഫിൽമെന്റ് ഓഫ് ലൈഫ് പർപ്പസ്, ദെൻ അടുത്ത പോയിന്റ് യൂണിവേഴ്സൽ ആൻഡ് ഇൻക്ലൂസീവ് ഇൻ നേച്ചർ, ഇറ്റ് ഹാസ് സം ലിമിറ്റേഷൻ ആൻഡ് അബ്സല്യൂട്ട് റൈറ്റ്സ്, then it's dynamic in nature, then it gives set of limitations in the state power, then അടുത്ത പോയിന്റ് the political orientation of human rights. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഇനി നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഹ്യൂമൻ റൈറ്റ്സ് പണ്ട് കാലം മുതൽക്ക് തന്നെ ഏതൊരു സമൂഹത്തിലും അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ സ്റ്റാറ്റസും റൈറ്റ്സും എല്ലാം ഉണ്ടായിരിക്കും അല്ലെ. സിവിലൈസേഷൻ, പ്രാചീനകാല നാഗരികതകൾ മുതൽക്ക് തന്നെ റൈറ്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യ അവകാശങ്ങളെല്ലാം തന്നെ അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു ഇന്ത്യൻ കൾച്ചറിൽ ഒരു വേദിക് സൊസൈറ്റി ഒക്കെ കഴിഞ്ഞിട്ട് അശോകന്റെ റൂള് വരുന്ന സമയത്ത്, എംപറർ അശോക, മൗര്യൻ എംപയറിന്റെ കാലഘട്ടത്തിൽ അശോകൻ അന്നൊരു ധർമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ധർമ്മ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് ഇതുണ്ടായിരുന്നു, മനുഷ്യന് കുറെ വാല്യൂസ് നൽകണം, അങ്ങനത്തെ കുറെ നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഒരു തരത്തിൽ എന്തായിരുന്നു, ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗമായി തന്നെ നമുക്കുള്ളതെന്ന് പറയാൻ പറ്റും. കുറച്ചും കൂടെ ഒരു മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 1945 കൂടിയിട്ടാണ് ഒരുപാട് യുദ്ധങ്ങളും കൊലപാതകങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് ശേഷം 1945 ഒരുപാട് ചാർട്ടർ ആക്ട്, ഒരു UN ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് UN ഭാഗമാക്കിക്കൊണ്ട് വരികയാണ് ചെയ്തത്. 1948 UDHR അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് UN ഭാഗമായിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിനൊക്കെ ഇൻസ്പിറേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഫ്രഞ്ച് ആൻഡ് അമേരിക്കൻ യുദ്ധങ്ങളിൽ നിന്നാണ് വരുന്നത്. ഫ്രഞ്ച് ഡിക്ലറേഷന് 1789 ഫ്രഞ്ച് റെവല്യൂഷൻ, പിന്നെ അമേരിക്കൻ ബിൽ ഓഫ് റൈറ്റ്സ്, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിലാണ്
ഈ ഒരു മോഡേൺ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒക്കെ കാലഘട്ടത്തിലേക്കും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രീവിയസ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. ദെൻ അടുത്തൊരു തിയറിയാണ് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദ നാച്ചുറൽ റൈറ്റ്സ് തിയറി. എന്താണ് നാച്ചുറൽ റൈറ്റ്സ് തിയറി? നാച്ചുറൽ റൈറ്റ്സ് തിയറി പറയുന്നത് നമ്മൾ മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് ചിന്തിക്കേണ്ട കുറച്ച് റൈറ്റ്സുകളെ കുറിച്ചാണ്. എല്ലാ ഇൻഡിവിജ്വലിനും ദാറ്റ് എവരി ഇൻഡിവിജ്വൽ പൊസസ് സർട്ടൻ ഇൻആലിയനബിൾ റൈറ്റ്സ് ബൈ വെർച്യൂ ഓഫ് ദെയർ ഹ്യൂമാനിറ്റി. മനുഷ്യത്വമായി ബന്ധപ്പെട്ട് ഏതൊരു മനുഷ്യനും ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നൽകേണ്ട ചില റൈറ്റ്സുകളെ കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് യൂണിവേഴ്സൽ തലത്തിൽ തന്നെ എല്ലാവരിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറെ റൈറ്റ്സ് ഉണ്ട്. അതാണ് നാച്ചുറൽ റൈറ്റ്സ് തിയറിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള റൈറ്റ്സ് വിത്തൗട്ട് സ്റ്റാറ്റസ്, ജെൻഡർ, റേസ് ഇതൊന്നും നോക്കാതെ തന്നെ മനുഷ്യന് അവൈലബിൾ ആയിരിക്കേണ്ട റൈറ്റ്സ് ആണ് നാച്ചുറൽ റൈറ്റ്സ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ലൈഫ് ഓഫ് ഫ്രീഡം, ഓട്ടോണമി, ഹാപ്പിനെസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ തിയറിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ തിയറിയുടെ ഇതിൽ 3 ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നാച്ചുറൽ റൈറ്റ്സ് തിയറി പറയുന്നത് ഒരു മനുഷ്യന് 3 ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. ഒന്ന് ദ റൈറ്റ് ടു ലൈഫ്, പിന്നെ റൈറ്റ് ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ്. ഈ 3 റൈറ്റ്സ് ആണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ളത് എന്നാണ് നാച്ചുറൽ റൈറ്റ്സ് തിയറി പറയുന്നത്. അതിൽ ആദ്യത്തെ റൈറ്റ് ടു ലിബർട്ടി റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത്. ജീവിക്കുക എന്നുള്ള അവകാശം, അതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഒരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണെങ്കിൽ, ഒരു പ്രത്യേക നാഷന്റെ കീഴിൽ, ഒരു സ്റ്റേറ്റിന്റെ കീഴിലൊക്കെയാണ് വ്യക്തി ജീവിക്കുന്നതെങ്കിൽ അവിടുത്തെ ഗവൺമെന്റും മറ്റ് അതോറിറ്റീസും ഒരു വ്യക്തിക്ക് വേണ്ടുന്ന റൈറ്റ് ടു ലൈഫ് എന്ന ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ് നൽകാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഗവൺമെന്റ് ഓരോ വ്യക്തിയുടെയും ജീവന് സംരക്ഷണം നൽകേണ്ടതാണ് എന്നാണ് റൈറ്റ് ടു ലൈഫിൽ പറയുന്നത്. ഫണ്ടമെന്റൽ ടു ഓൾ ലോ, എല്ലാത്തിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലോ ആണ് റൈറ്റ് ടു ലൈഫ്. ഇനി അടുത്തൊരു റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലിബർട്ടി ആണ് അല്ലെ. നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ് പറയുന്നത്. നമുക്ക് ചോയ്സിന്, നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് എല്ലാത്തിനും ചോയ്സസ് ഉണ്ട്. അത് തുടരാനുള്ള അവകാശത്തിനെയാണ് റൈറ്റ് ടു ലിബർട്ടിയിൽ പറയുന്നത്. ഫ്രീഡം, സ്പീച്ച്, തോട്ട് അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ദെൻ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ നമുക്കൊരു സ്ഥലത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമുക്കൊരു പ്രോപ്പർട്ടി എക്യൂർ ചെയ്യാനുള്ള, നമുക്കൊരു സ്ഥലം സ്വന്തമായിട്ട് ഉണ്ടായി അതിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന്. ദ റൈറ്റ് ടു എക്യൂർ, യൂസ് ആൻഡ് എൻജോയ് ദെയർ പൊസഷൻസ് ആൻഡ് റിസോഴ്സസ്. ഈ നാട്ടിലെ വെൽഫെയർ അല്ലെങ്കിൽ റിസോഴ്സസ് ഇതെല്ലാം അനുഭവിക്കാനും അതിന് തുല്യമായിട്ടുള്ള അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടിയിൽ പറയുന്നത്. അപ്പോൾ ഇത് 3 3 പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് നാച്ചുറൽ റൈറ്റ്സ് തിയറി പറയുന്നത്. റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലിബർട്ടി ആൻഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇത്രയാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ റൈറ്റ്സ് തിയറി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് അറിയാനുള്ളത് ഇതിന്റെ ഭാഗമായിട്ട്, ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് വിവിധ കാലഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള വിവിധ പ്രഖ്യാപനങ്ങളെ കുറിച്ചാണ്. ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതിലൊന്നാണ് മാഗ്ന കാർട്ട. 1215 വന്നിട്ടുള്ള മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവകാശത്തിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു സമരമായിരുന്നു. കിങ് ജോൺ, ഇംഗ്ലണ്ടില് 13ാം നൂറ്റാണ്ടിലെ രാജാവായിരുന്നു കിങ് ജോൺ. ഈ കിങ് ജോണിന്റെ സമയത്ത് അദ്ദേഹം ഒരു ഒപ്രസീവ് റൂളർ ആയിരുന്നു. അവിടുത്തെ ഫാർമേഴ്സിനെ, കൃഷിക്കാരനെയൊക്കെ ഒരുപാട് ഒപ്രസ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കിങ് ജോൺ. അപ്പൊ ഇതിൽ സഹിക്കാൻ പറ്റാതെ ഇംഗ്ലീഷുകാരായിട്ടുള്ള കുറച്ച് ബാരൻസ്, ലാൻഡ് ഓണേഴ്സ് ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഈ കിങ് ജോണിനെതിരെ ഒരു മാസമായിട്ടുള്ള ഒരു പ്രതിഷേധം കൊണ്ടുവരികയാണ്, ഒരു വലിയ പ്രൊട്ടസ്റ്റ് കൊണ്ടുവരികയാണ്. ഈ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിക്കൊണ്ട് ഇവർ ഒരുപാട് അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ലഭിക്കേണ്ടുന്ന ഒരുപാട് അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവകാശങ്ങളിൽ കിങ് ജോണിനെ കൊണ്ട് ഇവർ ഫോഴ്സ്ഫുള്ളി ഒപ്പുവെപ്പിക്കുകയാണ്. കിങ് ജോണിന് വേറെ മാർഗമില്ല, ഇവരുടെ ഒരു കൂട്ടായി നിന്നുള്ള പ്രവർത്തനത്തിൽ കിങ് ജോൺ ഒപ്പുവെക്കുകയാണ്. ആ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ആ ഒരു ഒപ്പുവെച്ച റൈറ്റിന് മാഗ്ന കാർട്ട എന്നാണ് പറയുന്നത്. ഇത് റണ്ണിമേഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് 1215 ഇത്തരം ഒരു ഒപ്പുവെക്കൽ സംരംഭം നടക്കുന്നത്. അതിന് മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് ഫോഴ്സ്ഫുള്ളി ഒരു സംഘടിച്ചു നിന്നുകൊണ്ട് തൊഴിലാളികൾ അല്ലെങ്കിൽ ജനങ്ങൾ നേടിയെടുത്തൊരു അവകാശമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഈ മാഗ്ന കാർട്ടയുടെ ഭാഗമായിട്ടാണ് കിങ് ജോൺ കൊണ്ടുവന്നിട്ട് ഒരുപാട് ടാക്സസ് ഒക്കെ പിൻവലിക്കുകയൊക്കെ ചെയ്യുന്നത്. 63ഓളം ന്യായീകരിക്കാൻ പറ്റാത്ത ടാക്സുകളൊക്കെ അന്ന് പിൻവലിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു ആസ്പെക്റ്റ് ആണ്
ദ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് 1689 ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഡിസംബർ 1689 ബ്രിട്ടീഷ് പാർലമെന്റിലാണ് വരുന്നത്. ഇത് അതുപോലെ തന്നെ രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന ഒരുപാട് പവേഴ്സ്, ട്രഡീഷണൽ ആയിട്ട് നിന്നിരുന്ന കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ എതിരെ വന്നിട്ടുള്ളതാണ് ഈ ബിൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇന്ത്യ 1776. അത് കോളനീസ് ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിലുണ്ടായിരുന്ന ഹിസ്റ്ററിയുമായിട്ട് കുറെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് പോയിന്റ് മാത്രം പറഞ്ഞു പോവാ. ഒരു 13 കോളനീസ് ഉണ്ടായിരുന്നു. USA ഒരു 13 കോളനികൾ ഉണ്ടായിരുന്നു. ഈ 13 കോളനികൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ബ്രിട്ടീഷ് എംപയറിനെതിരെ നടത്തിയിട്ടുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് എംപയറിൽ നിന്ന് സ്വതന്ത്രനാകുന്ന 13 അമേരിക്കൻ കോളനീസ് അവർ അങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊണ്ടുവരുന്നത് ജൂലൈ 4, 1776. ദെൻ അടുത്തൊന്നാണ് US ബിൽ ഓഫ് റൈറ്റ്സ് 1791. 1776 അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം അവർ നേടിയെടുത്തിട്ടുള്ള മറ്റൊരു അവകാശമാണ് ബിൽ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ഇത് നിലവിൽ വരുന്നത് സെപ്റ്റംബർ 17, 1787 1787 ഇതിന്റെ ഭാഗമായിട്ടാണ് US കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് അവരുടേതായിട്ടുള്ള പേഴ്സണൽ റൈറ്റ്സ്, സ്വാതന്ത്ര്യം ഒക്കെ നേടിയിട്ടുള്ളത് US ബിൽ ഓഫ് റൈറ്റ്സിന്റെ ഭാഗമായിട്ടാണ്. ദെൻ അടുത്തതാണ് 1789 ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറയുന്നത്. 1789 ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം അവരുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് റൈറ്റ്സ് ഓഫ് മാൻ വരികയാണ്. ഈ ഒരു റൈറ്റിന്റെ ഭാഗമായി ഫ്രഞ്ച് ഡിക്ലറേഷന്റെ ഭാഗമായിട്ടാണ് ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി തുടങ്ങുന്ന ആശയങ്ങൾ, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി തുടങ്ങുന്ന 3 മുദ്രാവാക്യങ്ങൾ ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഒരു ഇതിന് ശേഷം 1789 ശേഷം റൈറ്റ്സ് ഓഫ് മാനിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ആശയം തന്നെ, അല്ലെങ്കിൽ ഒപ്പുവെക്കേണ്ട ഒരു ആശയം തന്നെ ഇതായിരുന്നു ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന ആശയം ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇനി അടുത്തത് 1929 വന്ന ഡിക്ലറേഷൻ ഓഫ് ഇന്റർനാഷണൽ റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറയുന്നതാണ്. അതായത് 1929 എന്ന് പറയുമ്പോൾ 1-ാം ലോക യുദ്ധത്തിന് ശേഷം, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം അന്നത്തെ യുദ്ധവും സാഹചര്യം, ഡിവിഷനും അങ്ങനെ ലോകം മൊത്തം 2 ചേരിയിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അതിനുശേഷം അതിൽ നിന്നെല്ലാം മറികടന്നുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ് ഡിക്ലറേഷൻ ഇന്റർനാഷണൽ റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊന്ന് 1945 UN ചാർട്ടർ. 1945 എന്ന് പറയുമ്പോൾ 2-ാം ലോക യുദ്ധം കഴിഞ്ഞല്ലേ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇതുപോലെയുള്ള യുദ്ധങ്ങൾക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാനും പീസ്ഫുള്ളി സമാധാനപരമായിട്ട് മനുഷ്യന്റെ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു UNO. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് UN ചാർട്ടർ 1945 വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ UNOന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഒരുപാട് കാലത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇപ്പോഴും ഹ്യൂമൻ റൈറ്റ്സിന്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു രീതി UNOന്റെ ഇതിലുണ്ട്. ഇനി അടുത്തൊന്ന് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 UNOന്റെ ഭാഗമായി നിന്നുകൊണ്ട് വന്നതാണ് UDHR 1948 വരുന്നത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇതിൽ പ്രകാരമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടായിരിക്കേണ്ട സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ട് അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. എല്ലാ മനുഷ്യരാശിക്കും ഉണ്ടായിരിക്കേണ്ട സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മൂല്യങ്ങളും അതിന്റെ റൈറ്റ്സുമാണ് ഇതിൽ പറയുന്നത്, UDHR പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇത് ഇന്റർനാഷണൽ കൊവിൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വന്ന് 1948 തന്നെ. അങ്ങനെ ഒരുപാട് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന, സാമ്പത്തികമായിട്ട് ഉണ്ടായിരിക്കേണ്ട റൈറ്റ്സിനെ കുറിച്ചെല്ലാം പറയുന്ന ഒന്നാണ് ഇത്. അപ്പൊ ഇത്രയും ഒരുപാട് റൈറ്റ്സുകൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 1215 മാഗ്ന കാർട്ട മുതൽക്ക് UNO വരുന്ന കാലഘട്ടം വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള റൈറ്റ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ റൈറ്റ്സിന്, ഈ വിവിധ കാലഘട്ടങ്ങളിൽ വന്ന റൈറ്റ്സിനെ 3 കാറ്റഗറി ആയിട്ട്, ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി, തേർഡ് കാറ്റഗറി, 3 കാറ്റഗറി ആയിട്ട് പറയാം. ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ്, ആദ്യ കാലഘട്ടത്ത് വന്നതിന് ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയാം ഒന്നാമതായിട്ട്. അതിന് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്നും പറയുന്നുണ്ട്. ഇനി സെക്കൻഡ് ജനറേഷനിൽ വന്നതിന് സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് വന്ന് തേർഡ് ജനറേഷൻ റൈറ്റ്സിനെ കളക്റ്റീവ് റൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ
ഓരോ കാലഘട്ടത്തിന് 3 റൈറ്റ്സിനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? 17th and 18th സെഞ്ചുറീസിലാണ് വരുന്നത്. അത് ഒരു ഇൻഡിവിജ്വൽസിന്, വ്യക്തികൾക്ക് സംരക്ഷണം, അവർക്ക് സ്വാതന്ത്ര്യം, ഇത് മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ് പ്രധാനമായിട്ടും വരുന്നത്. സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചും കൂടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലാണ് തൊഴിലിനെക്കുറിച്ചും തൊഴിലിടങ്ങളെക്കുറിച്ചും സാമ്പത്തികമായിട്ടുണ്ടാകുന്ന മുന്നേറ്റങ്ങളെ കുറിച്ചൊക്കെ ഇതിലാണ് പറയുന്നത്. ഇനി തേർഡ് ജനറേഷനിൽ എന്താണ് പറയുന്നത്? കളക്റ്റീവാണ്. ഫസ്റ്റ് 2 ജനറേഷനിലും പറയുന്ന കാര്യങ്ങൾ തന്നെ കളക്റ്റീവായിട്ട് എടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് തേർഡ് ജനറേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ റൈറ്റ് ടു പീസ്, ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ്, സെൽഫ് ഡിറ്റർമിനേഷൻ, അങ്ങനെ മനുഷ്യന്റെ വിവിധങ്ങളായ ആസ്പെക്റ്റുകളാണ്, സാഹോദര്യം, സ്നേഹം തുടങ്ങിയ ഒരുപാട് ആസ്പെക്റ്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് തേർഡ് ജനറേഷൻ റൈറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള വിവിധങ്ങളായിട്ടുള്ള ഡിവിഷൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ NHRCനെ കുറിച്ചാണ്. NHRC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. 1993 ഈ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വരുന്നത്. 1993 ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് NHRC വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്, വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ്, അങ്ങനെ മൈനോറിറ്റീസ് നേരിടുന്ന പ്രശ്നങ്ങൾ, വിവിധ കാസ്റ്റ് ഇഷ്യൂസ്, ഇതൊക്കെ ചർച്ച ചെയ്തിട്ടാണ് NHRC ഡെവലപ്പ് ചെയ്ത് വരുന്നത്. NHRC ശരിക്കും 1945 ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സിനൊക്കെ ശേഷം 1946 UN ഒക്കെ വന്ന് UN എസ്റ്റാബ്ലിഷ്മെന്റിന് ശേഷം ഇന്ത്യ UN ഭാഗമാവുകയും അങ്ങനെ വിവിധ കാലഘട്ടത്തിലുള്ള UN പ്രവർത്തനങ്ങളും അതിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വഴിയാണ് ഇന്ത്യയിലും ഇത്തരം ഒരു സംഘടനയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും NHRCയിൽ പറയുന്നത് ഇൻഡിവിജ്വൽസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി തന്നെയാണ്. റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഡിഗ്നിറ്റി തുടങ്ങിയവ തന്നെയാണ് ഈ NHRCയുടെയും ലേബലായിട്ട് മെയിൻ ഘടകമായിട്ട് പറയുന്നത്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മീഷൻ, ഈ NHRCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യ അവകാശങ്ങൾ ശക്തമാക്കാനും കൂട്ടിയോജിപ്പിക്കാനൊക്കെ വേണ്ടിയൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് വേണമെന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. ഒരു ഗവൺമെന്റ് ആ രാജ്യത്തെ ജനങ്ങൾക്ക് റൈറ്റ്സ് നൽകാൻ, അവർക്ക് എന്താ പറയാ ഹ്യൂമൻ റൈറ്റ്സ് നൽകാൻ കടമപ്പെട്ടവരാണ് എന്നതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് സ്ട്രെങ്തൻ ദി ഇഫേർട്സ്, അതായത് ഹ്യൂമൻ റൈറ്റ്സ് ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് എന്താക്കണം, കൂടുതൽ ശക്തമാക്കണം. ഈ 3 ഒബ്ജക്റ്റീവ്സും വെച്ചുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു? 1 ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് വേണം. 2 ഗവൺമെന്റ് അവരുടെ റോള് കൃത്യമായി ചെയ്യണം. 3 അതിന് സ്ട്രെങ്തൻ ചെയ്യണം, നിലനിൽക്കുന്ന പ്രവർത്തനങ്ങളെ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് സ്ട്രെങ്തൻ ചെയ്യണം. ഇത് 3 അവർ മുന്നോട്ട് വെച്ച ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ അടങ്ങിയിട്ടുള്ള മെമ്പേഴ്സും അവരാരൊക്കെയാണ് അപ്പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ്. ഒരാൾ മാത്രം നിൽക്കുന്ന ഒരു അതോറിറ്റി ഒന്നുമല്ല, ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ്. അതിൽ ഒരു ചെയർമാനും 4 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. അറ്റ് പേക്ക് ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും, 4 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇതിലെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർഡ് ചെയ്തൊരു വ്യക്തി ആയിരിക്കണം ചെയർമാൻ ആയിട്ട് വരേണ്ടത്. പിന്നെ ഇതിലെ മെമ്പേഴ്സിൽ ഒരാള് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം, ഒരു മെമ്പർ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം, ഒരു മെമ്പർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, പിന്നെയുള്ള 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് മേഖലയിൽ പ്രവർത്തിച്ചിട്ട് പരിചയമുള്ള അല്ലെങ്കിൽ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 പേരായിരിക്കണം പിന്നീട് അംഗങ്ങളായിരിക്കണം. അപ്പോൾ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ചെയർമാൻ എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. പിന്നെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. പിന്നെ ഒരാളെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംസ്ഥാന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. പിന്നെയുള്ള 2 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് മേഖലയിൽ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന 2 പേരായിരിക്കണം. അപ്പൊ ഇത്രയും പേരായി കമ്മീഷനിൽ ഉൾക്കൊള്ളിക്കുന്ന ആൾക്കാർ ഈ ഒരു മേഖലയിൽ നിന്നുള്ളവരായിരിക്കണം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതിനൊരു 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. ആരൊക്കെയാണ് ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് നോക്കാല്? 1 ദ ചെയർമാൻ ഓഫ് ദി നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. മൈനോറിറ്റീസിന് വേണ്ടി ഒരു നാഷണൽ കമ്മീഷൻ ഉണ്ട്, അതിൽ ചെയർമാൻ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. പിന്നെ ദ നാഷണൽ കമ്മീഷൻ ഫോർ SCs,
നാഷണൽ കമ്മീഷൻ ഫോർ എസ്റ്റീസ്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ. 4 കാറ്റഗറിയിൽ പെടുന്ന 4 കാറ്റഗറിയിലുള്ള നാഷണൽ കമ്മീഷൻസിന്റെ ആൾക്കാർ ഇതിൽ അംഗങ്ങളായിരിക്കണം. അപ്പോൾ മൈനോറിറ്റീസിന്റെ നാഷണൽ കമ്മീഷന്റെ ചെയർമാൻ, SC, ST, വിമൺ, ഇത്രയും കാറ്റഗറി 4 കാറ്റഗറിയിലെ നാഷണൽ കമ്മീഷന്റെ ആൾക്കാർ ഈ എക്സ് ഒഫീഷ്യോ കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ആയിരിക്കണം. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് NHRCയുടെ കൂടെ ഉണ്ടായിരിക്കണം. ദെൻ അടുത്തൊന്ന് പറഞ്ഞാൽ ഇത് ചെയർമാനെയും ഇതിലെ മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. ആരാണ് ചെയർമാനെയും അതിലെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് പാർലമെന്റിന്റെയും പ്രൈം മിനിസ്റ്ററുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് അപ്പോയിന്റ് ചെയ്യുക. പക്ഷെ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി പ്രസിഡന്റ് ആയിരിക്കും. ദെൻ ചെയർമാനും അതിലുള്ള മെമ്പേഴ്സിനും 5 വർഷ കാലാവധിയിൽ അതിന്റെ മെമ്പർ സ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കും. 5 വർഷ കാലാവധി അല്ലെങ്കിൽ ഏജ് ഓഫ് 70 വയസ്സ് വരെയാണ് അവരുടെ ഒരു മാക്സിമം ഏജ് എന്ന് പറയുന്നത്. അപ്പൊ 5 വർഷവും അല്ലെങ്കിൽ 70 വയസ്സ് വരെ ഈ ഒരു കാലഘട്ടമാണ് അതിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു NHRCയുടെ ബോഡി എന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിന്റെ റിമൂവലുമായിട്ട് ബന്ധപ്പെട്ടില്ല മെമ്പേഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാന്നുള്ളത്. ഇതിൽ മെമ്പേഴ്സിനെ ഈ NHRCയുടെ മെമ്പേഴ്സിനെ റിമൂവ് ചെയ്യുക പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റ് വെറുതെ അങ്ങോട്ട് റിമൂവ് ചെയ്യല്ല, അതിന് കാരണങ്ങളായിട്ട് ചില കാരണങ്ങളുണ്ട് റിമൂവ് ചെയ്യാൻ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. അയാൾക്കത് ചെയ്യാനുള്ള കഴിവില്ലാതെ വരികയോ അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്യുക, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ സ്ഥാനത്തിന് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രസിഡന്റ് റിമൂവ് ചെയ്യാം. മറ്റ് കാരണം എന്ന് പറയുന്നത് ടേക്കിംഗ് എനി പെയ്ഡ് എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ദ ഡ്യൂട്ടീസ് ഓഫീസ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അനധികൃതമായിട്ട് ആ ഓഫീസിനെ ഉപയോഗിക്കാന്നുള്ളത്, ആ ഓഫീസിൽ ഇരുന്നു കൊണ്ട് മറ്റ് ജോലികൾ വേതനം മേടിച്ചുകൊണ്ട് മറ്റ് ജോലികൾ ചെയ്യുകയാണെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യാം. പിന്നെ ഇൻഫേർമിറ്റി ഓഫ് മൈൻഡ് ഓർ ബോഡി, മാനസികമോ ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് പോവാം. ദെൻ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഡിക്ലെയർഡ് ബൈ കോമ്പിറ്റന്റ് കോർട്ട്, ഒരു കോടതി ഉത്തരവ് പ്രകാരം അവിടെ ഇരിക്കുന്ന ആളുകളുടെ മാനസിക നിലയിലുള്ള പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കാം. ദെൻ കൺവിക്ഷൻ ആൻഡ് ഇംപ്രിസ്മെന്റ് ഫോർ ആൻ ഒഫൻസ് ഇൻവോൾവിംഗ് മോറൽ ടുർപ്റ്റുഡ്, അതായത് സാമൂഹിക മൊറാലിറ്റിക്ക് നിരക്കാത്ത രീതിയിൽ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുകയോ അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ ഒരു സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റിനെ വരെ പുറത്താക്കാം. ഇതൊക്കെയാണ് റിമൂവലിന് കാരണമാവുന്നത്. അപ്പൊ ഇത്രയാണ് അതിന്റെ റിമൂവലിന്, അതുപോലെ തന്നെ ആ ഒരു കമ്മീഷന്റെ കമ്പോസിഷനും കാര്യങ്ങളും. ദെൻ ഈ കമ്മീഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് NHRCയുടെ ഫങ്ഷൻസ് ഓഫ് ദി NHRC എന്തൊക്കെയാണ് ഫങ്ഷൻസ്? മെയിൻ ആയിട്ട് പറയുന്നത് investigate into encroachments of human rights or neglect in the prevention of such violation by public servant. ഒരു പൊതു ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഏതെങ്കിലും രീതിയിൽ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ നടത്തുകയും അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കാനുള്ള മെത്തേഡുകൾ തുടങ്ങുക എന്നുള്ളത് ഇവരുടെ ഒരു ഫംഗ്ഷനാണ്. ദെൻ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പെൻഡിങ് ബിഫോർ കോർട്ട് വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് സച്ച്, കോടതികളിൽ ഇത്തരത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇവർ ഇടപെടും. ദെൻ ഇവരുടെ മറ്റൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കോടതികളിൽ പ്രിസണിൽ എന്താ പറയുക തടവറകളിൽ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളുടെ കുറിച്ച് സംവദിക്കുകയും പ്രശ്നങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യാം. വിസിറ്റിംഗ് ഇൻ പ്രിസൺ, ദെൻ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഡിറ്റൻഷൻ സെന്റേഴ്സിലൊക്കെ പോയിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്നത് ഇവരുടെ ഒരു ഫംഗ്ഷനാണ്. ദെൻ അടുത്തത് സ്റ്റഡി ദി ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് അതർ എഗ്രിമെന്റ്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോകത്ത് നിലനിൽക്കുന്ന ട്രീറ്റീസും അത് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് ഇവരുടെ കർത്തവ്യമാണ്. ദെൻ ടെററിസവുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റ്, ടെററിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീവ്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയുള്ളത് ഇവരുടെ ഒരു കടമയാണ്. ഇനി അടുത്തത് എൻകറേജ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ, അതായത് മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് കടമയാണ്. മനുഷ്യാവകാശം ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക. ദെൻ ഡയറക്ഷൻ ടു ദ ഗവൺമെന്റ് ദാറ്റ് എനി ഒപ്പീനിയൻ സജഷൻ ഓർ റിപ്പോർട്ട് ഓൺ എനി ഡിഫിക്കൽട്ടി റിഗാർഡിംഗ് ദ പ്രൊമോഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള എതിർപ്പുകളോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള നടപടികളോ വരുന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് ഗവൺമെന്റിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുക, ഡയറക്ഷൻസ് നൽകുക എന്നവരുടെ കർത്തവ്യമാണ്. ദെൻ
കോളേജ്, യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസ് ഏതെങ്കിലും ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നതും ഇവരുടെ കടമയാണ്. അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക ഈ കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ എന്നൊക്കെ ഉള്ളത് ഇവരുടെ ഒരു കടമയാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് NGOകൾ, എന്താണ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഒരുപാട് NGOs വർക്ക് ചെയ്യുന്നുണ്ട്. ഇവര് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ വർക്കിന് വേണ്ടിയിട്ട് ഇഫേർട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി എൻകറേജ് ചെയ്യിക്കുക. NGOs ഒക്കെ ഈ മനുഷ്യത്വ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ഫംഗ്ഷനാണ്. അടുത്തൊന്ന് പറഞ്ഞത് ഹ്യൂമൻ റൈറ്റ്സിനെ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളത് ഫംഗ്ഷനാണ്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഫംഗ്ഷൻസ് ഈ NHRCക്ക് ഉണ്ട്. അതൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്തു. ദെൻ ഈ NHRCയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ഒരു കടമകളിൽ വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ തടസ്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലംഘനത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താനോ സോഴ്സസ് ശേഖരിക്കാനോ എന്നുള്ള സംവിധാനങ്ങളില്ല. അതിനുള്ള റൈറ്റ്സ് ഇവർക്ക് ഇല്ല. ദെൻ ഇവർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഒരു ലീഗലി ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. ഇവരെ റെക്കമെൻഡേഷൻസോ അല്ലെങ്കിൽ ഇവരുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നും ഇതൊരു നിയമമായിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. ദെൻ അതുപോലെ തന്നെ ഈ NHRCക്ക് ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പണിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള അധികാരം NHRCക്ക് ഇല്ല. ദെൻ NHRCക്ക് ഇതേപോലെ തന്നെ നിയമവ്യവസ്ഥയിൽ ഇടപെടുന്നതിന് ഒരുപാട് നിബന്ധനകളുണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ മിലിറ്ററി ഭരണം നിലനിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേക നിയമത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ അവിടെ എന്താ പറയുക, ആർമഡ് ഫോഴ്സസ് ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഈ മനുഷ്യാവകാശ പ്രവർത്തകരുടെ പ്രവർത്തനം ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ അവർക്കൊന്നും അവിടെ കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല. ഇനി അടുത്തൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ്, അതുപോലെ തന്നെ ലോകവ്യാപകമായിട്ട് സംഘടനകൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വരുമ്പോഴൊക്കെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒപ്പീനിയൻസ്, ഹ്യൂമൻ റൈറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പീനിയൻ പലപ്പോഴും അവിടെ വില പോവില്ല. കാരണം ഇപ്പോൾ ടെററിസമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാളെ പിടിക്കുന്ന സമയത്ത് അവിടെ പലപ്പോഴും മനുഷ്യാവകാശം എന്നൊരു ആസ്പെക്റ്റിലേക്കൊന്നും ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തൊരു വിക്ടിമിന്റെ അടുത്തേക്ക് പലപ്പോഴും ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നതൊന്നും എത്തിക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻസ് ഇവർക്ക് ഉണ്ട്. നാഷണൽ സെക്യൂരിറ്റി, രാജ്യത്തിന് ഭീഷണി നേരിടുന്ന സമയത്തൊന്നും ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തനം അല്ലെങ്കിൽ ഈ കമ്മീഷന്റെ പ്രവർത്തനം കാര്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ദെൻ അടുത്തൊന്നെന്ന് പറഞ്ഞാൽ ഈ കോടതിയുമായി ബന്ധപ്പെട്ട് ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻസും ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ഉണ്ട്. അപ്പോൾ ഒരേ സമയം ഫങ്ഷൻസും ഉണ്ട്, അതിന് തന്നെ ലിമിറ്റേഷൻസും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ് നേരിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ NHRCയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ സ്ട്രക്ചറും അതിൽ അപ്പോയിൻമെൻറ്റും റിമൂവലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത്. താങ്ക്